പരിപ്പും ചീരയും കൂടി കറി വെച്ചതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള പത്തലുണ്ടല്ലോ, പത്തലിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അതുപോലെ ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു നല്ല കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം പച്ചച്ചീരയാണ്. പച്ചച്ചീരയാണ് ഈ കറിക്ക് നല്ലത്. ചുവന്ന ചീര വെച്ചിട്ടും ഉണ്ടാക്കാമായിരിക്കും, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പച്ചച്ചീര വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 300 ഗ്രാം പച്ചച്ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് വരെ ചുവന്ന പരിപ്പ് എടുക്കാം. ഈ പരിപ്പ് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയ പരിപ്പ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചുവന്ന പരിപ്പിന് പകരം തവരപ്പരിപ്പ് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇനി പരിപ്പിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പ്രഷർ കുക്കർ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ടൊരു 2 വിസിൽ വരുന്നത് വരെ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ കൊണ്ട് തന്നെ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ 2 വിസിലിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 ചുവന്നുള്ളി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. പ്രഷർ കുക്കർ 2 വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് പരിപ്പ്. 2 വിസിലുകൊണ്ട് തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. കൂടുതൽ ഉടയാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു 3 ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറി ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. അത്ര വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഇവിടെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീര മുഴുവനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചീര പെട്ടെന്ന് വെന്ത് കിട്ടും. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. ഒരു 7-8 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. 7-8 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ പരിപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പരിപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതും ഈ കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഈ കറിയിലേക്ക് ഒഴിക്കാം. അതുപോലെ നമ്മൾ പരിപ്പ് വേവിച്ച പ്രഷർ കുക്കറിലേക്കും ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഞാൻ ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ ഫുഡൊന്നും ഒട്ടും വേസ്റ്റ് ആക്കണ്ട. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുക്കറിൽ ബാക്കിയെടുക്കുന്ന പരിപ്പൊക്കെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങ് വന്നോളും. അപ്പോൾ ഈ കറിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ലൂസാവണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇപ്പോൾ ചേർത്തിരിക്കുന്ന അത്രയും വെള്ളം ചേർക്കാതെ ഒരു അരക്കപ്പ് വരെ മാത്രമൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കറിയിൽ ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് ഈ കറി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചീര പരിപ്പ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചീരയും പരിപ്പും കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തലിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്